രണ്ട് സിലബസുകൾ ഇന്ന് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ 2 പേപ്പറിൻ്റെ സിലബസ് വന്ന മുതൽ ആസ്പിരൻസ് കാത്തിരിക്കുകയാണ്. ഇവരെന്ത് ഈ പ്രിലിംസിൻ്റെ സിലബസ് പുറത്തു വിടാത്ത, ഇനി എന്തെങ്കിലും ഡ്രാസ്റ്റിക് ചേഞ്ചസ് അതിൽ വരാനുണ്ടോ, ഇനി എസ്ഐയുടെ സിലബസ് എന്താ വരാത്ത, പോലീസ് ആക്ട് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണോ? കാരണം CPOയിലൊക്കെ ഓൾറെഡി പോലീസ് ആക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എല്ലാം PSC ഇപ്പോൾ തീർത്തിരിക്കുകയാണ്. കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസും എത്തി, എസ്ഐയുടെ സിലബസും എത്തി. നമുക്ക് രണ്ടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. വലിയ മാറ്റങ്ങളല്ല, പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. 100 മാർക്കിന് തന്നെയാണ് എക്സാം. ആ 100 മാർക്ക് എക്സാമിൻ്റെ സ്പ്ലിറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹിസ്റ്ററി 10 മാർക്ക് ആൻഡ് 10 മാർക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കേരളയുണ്ട്, ഇന്ത്യയുണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഇവിടെ മെയിൻസിന് പറയുന്ന പോലെ മോഡേൺ ഇന്ത്യ മുതലല്ല, മറിച്ച് മിഡീവൽ ഇന്ത്യ കൂടെ എവിടെയുണ്ട്, സിലബസിലുണ്ട്. പക്ഷേ മിഡീവൽ ഇന്ത്യ പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ പറഞ്ഞു വളരെ PVQ എല്ലാം നോക്കിക്കൊണ്ട് പഠിക്കുക. മുകളിനൊക്കെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഏത് ഭാഗത്തുനിന്നാണോ കൂടുതൽ ചോദ്യം വരുന്നത് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം പഠിച്ചു തുടങ്ങുക. ഓക്കെ. ആൻഡ് വേൾഡ് ഹിസ്റ്ററി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോഗ്രഫി 5 മാർക്കിനാണ്. ജോഗ്രഫി ബേസിക്സ് ഓഫ് ജോഗ്രഫി അഥവാ നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫിയും പഠിക്കാനുണ്ട്, അഥവാ ജോഗ്രഫിയുടെ ബേസിക്കൽ ഫിസിക്കൽ ജോഗ്രഫി പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും സിലബസിൻ്റെ ഭാഗമാണ് ആസ് യൂഷ്വൽ. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ എന്തുണ്ട്, കറണ്ട് അഫെയർ എന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ സിലബസിലുണ്ട്, ഓരോ സബ്ജക്റ്റിൻ്റെയും കൂട്ടത്തിലാണ് എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കൂടുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ്. എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക്, ഇത് സെക്രട്ടേറിയറ്റും SIയും ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് അവിടെയെല്ലാം എന്തുണ്ട്, എക്കണോമിക്സ് സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ ഒരുമിച്ച് പഠിക്കുക. എക്കണോമിക്സ് ആൻഡ് സിവിക്സും പൊളിറ്റിയും എപ്പോഴും പറയുന്ന പോലെ 5 മാർക്ക്, ഇവിടെയും 5 മാർക്ക്. 10 മാർക്കിന് എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഭാഗമുണ്ട്. ആൻഡ് ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് മെയിൻസിലോട്ട് എത്തുന്ന സമയത്ത് SI മെയിൻസിന് 7 മാർക്കിനുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിനാണ് നിങ്ങൾക്കറിയാം 20ഓളം മാർക്കിന് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സബ്ജക്റ്റ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നു നിങ്ങളുടെ ഈ ഒരു വർഷത്തെ എക്സാം പ്രിപ്പറേഷനിൽ. സോ 1 മാർക്ക് പോലും ഇടാതെ മേടിക്കുക. ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ. കൾച്ചർ എന്നുള്ള ഭാഗം വിട്ടുപോയിരിക്കുന്നു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റിൽ സിലബസിൽ കൾച്ചർ ഉണ്ട് കേട്ടോ. കലാ, കായികം ആൻഡ് ഇവിടെ സാംസ്കാരികം സിലബസിലുണ്ട്, സാഹിത്യം സിലബസിലുണ്ട്. ആൻഡ് ഇതിന് കൂട്ടത്തിൽ തന്നെ കറണ്ട് അഫെയർ എന്ന് കൊടുത്തിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം എപ്പോഴും ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് തന്നെ ഭയങ്കര കറണ്ട് അഫെയർ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോ കറണ്ട് അഫെയറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ പോകുന്നതും ഈ 10 മാർക്കിനകത്തായിരിക്കും. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക് വിട്ട് കളയരുത്. ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിലടക്കം ഈ കമ്പ്യൂട്ടർ ഉണ്ട്. സോ ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരേ സബ്ജക്റ്റുകൾ പല പല എക്സാമുകളിൽ വരിക എന്നുള്ളത്. കാരണം ഒരു പ്രിലിംസിൻ്റെ സമയത്തെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസിയായി. അപ്പോൾ ഇത്തരം ഒരു എക്സാമിനെ ഈ പറയുന്ന SIയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും ഒക്കെ എങ്ങനെ ഒരുമിച്ച് പഠിക്കാം എന്നെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വെബിനാർ ഈ വരുന്ന SI ഫോക്കസ്ഡ് ആയിട്ട് 18നും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ 19th നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളുള്ളവർക്കും ഈ എക്സാമിനെ എങ്ങനെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് ഡൗട്ടുള്ളവർക്കെല്ലാം 18നും 19നും നടക്കുന്ന വെബിനാറിലോട്ട് ഒന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. ഇവിടെയും സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് ഉള്ള പല ഭാഗങ്ങളും നിങ്ങൾക്ക് മെയിൻസിന് ഫിസിക്സിൻ്റെ ഭാഗത്തെല്ലാം വരും, എവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഇതിന് പുറമെ തന്നെ ലൈഫ് സയൻസിൻ്റെ ഭാഗം, എൻവയോൺമെൻറ്റൽ സയൻസ് എല്ലാം സെക്രട്ടേറിയറ്റിൽ വേറൊരു സബ്ജക്റ്റാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പബ്ലിക് ഹെൽത്ത് പോലെയുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്, SIക്കകത്ത് ലൈഫ് സയൻസിൻ്റെ അകത്തുണ്ട്. സോ ഈ ഒരു ഭാഗം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആകുന്നു ഫോർ യുവർ പ്രിപ്പറേഷൻ. പിന്നെ MEM 50 മാർക്കാണ്, ഗെയിം ചേഞ്ചിങ് സംഭവമാണെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കട്ട് ഓഫ് 50+ ആണ് എന്നുള്ളിടത്ത് തന്നെ ഈ 50 മാർക്ക് ഇവിടെ കിട്ടുന്നതും സെക്രട്ടേറിയറ്റിന് അറിയാലോ ഇപ്പോൾ വെയിറ്റേജ് കൂടി 30 മാർക്ക് മാറി 41ഓളം മാർക്കാണ് മെയിൻസിലും ഈ MEM ഭാഗത്ത് നിന്ന് വരുന്നത്. സോ SIക്ക് മാറ്റമില്ല, 50 മാർക്ക് പ്രിലിംസിന് വരുന്നു ആൻഡ് 30 മാർക്ക് ഇവിടെ വരുന്നു മെയിൻസിൽ വരുന്നു. സോ ആ ഭാഗം ഓർത്ത് വയ്ക്കാം. പിന്നെ കാത്തിരുന്ന പോലെ SIയുടെ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് എന്താണ്. അപ്പോൾ മനസ്സിലാക്കുക, PSC ചെറിയ ചില ചേഞ്ചസ് കൊണ്ടുവന്നു. എല്ലാവരും പ്രതീക്ഷ ചേഞ്ച് എന്താണ്, IPC CRPC മാറും, BNS വരും, BNSS വരും. പക്ഷേ ആ കൂട്ടത്തിൽ എവിഡൻസ് ആക്ടിൻ്റെ പുതിയ രൂപം കൂടെ എന്ത് ചെയ്യുന്നു, സിലബസിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നു. നമുക്ക് കാണാം. ആദ്യം സ്പെഷ്യൽ ടോപ്പിക് 45 മാർക്കാണ്. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന പോലെ അതിൽ 7 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതിലോട്ട് മാറ്റി വെച്ചാൽ 38 മാർക്കാണ് സത്യം പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ 3 മാർക്ക് ഹിസ്റ്ററി, 3 മാർക്ക് ജോഗ്രഫി, 3 മാർക്ക് എക്കണോമിക്സ്. സോ മെയിൻസിന് എക്കണോമിക്സ് ഉണ്ട് എവിടെ, SIയുടെ ഭാഗത്ത്. ദെൻ
കേരള ഗവേണൻസ് 5 മാർക്ക് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ആൻഡ് ലൈഫ് സയൻസ് 6 മാർക്കാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിന് കറണ്ട് അഫെയർ സ്പെസിഫിക് ആയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ്, കറണ്ട് അഫെയർ സ്പെസിഫിക് ആയിട്ട് മാർക്ക് മാറ്റി വെച്ചിട്ടില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിന്. പക്ഷേ ഇവിടെ എന്താണ്, കഴിഞ്ഞ എസ് പോലെ തന്നെ കറണ്ട് അഫെയർ സ്പെസിഫിക് ആയിട്ട് 5 മാർക്ക് മാറ്റി വെച്ചിരിക്കുന്നു. സോ കറണ്ട് അഫെയർ റിലേറ്റഡ് ടു എല്ലാ സബ്ജക്റ്റുകളും ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് പോവുക. ആ ഒരു സമയത്ത് ഈ 5 മാർക്ക് എവിടെ നിന്നാണ് എന്ന് കരുതി പേടിക്കാൻ നിൽക്കരുത്. ഓക്കെ, ദെൻ 30 മാർക്ക് എന്താണ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പറഞ്ഞു. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പ്രിലിംസിൻ്റെ സമയത്തെ പഠിച്ചു പോവുക. 45 മാർക്ക് എന്താണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമുക്ക് കാണാം ഓരോന്നായിട്ട്. അപ്പോൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുമ്പോൾ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് എന്തില്ല, ഈ പറയുന്ന പോലെ മിഡീവൽ ഇന്ത്യ പഠിക്കാനില്ല. അത് പ്രിലിംസിൻ്റെ സമയത്ത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ 1 ടൈം പ്രിപ്പറേഷനിലോട്ട് കിടക്കുക കേട്ടോ. അല്ലാതെ എന്തൊക്കെയോ വാരിക്കോരി പഠിക്കരുത്. ഇതിനൊരു സ്ട്രാറ്റജി ഇപ്പോഴേ ബിൽഡ് ചെയ്യുക. അതിന് സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ദെൻ ജോഗ്രഫി 3 മാർക്ക്. അവിടെ എപ്പോഴും പറയുന്ന പോലെ വേൾഡ് ജോഗ്രഫി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്. എക്കണോമിക്സ് 3 മാർക്ക്. പക്ഷേ ഇന്ത്യൻ എക്കണോമി ഫോക്കസ്ഡ് ആണ് മെയിൻസ് വരുന്ന സമയത്ത്. കാരണം അഗ്രികൾച്ചർ പോലെയുള്ള ക്രോപ്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പഠിക്കണം. പക്ഷെ അപ്പോഴും GST, ടാക്സ് സിസ്റ്റം ഇതെല്ലാം നിങ്ങൾ എവിടെയാണ്, പ്രിലിംസിലും പഠിക്കുന്ന കാര്യം തന്നെയാണ്. ദെൻ കേരള ഗവേണൻസ് 5 മാർക്ക്. അതിൽ എപ്പോഴും നിങ്ങൾക്ക് അറിയാം സിലബസ്. അവിടെ സിവിൽ സർവീസ് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഈ വാക്കുകളൊക്കെ കാണണേ, അവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഒരു ഫുൾ മോഡ്യൂളാണ് നിങ്ങൾക്ക്. സോ ഒരുമിച്ച് പഠിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇത് മാത്രമല്ല, സിലബസിൻ്റെ അടുത്ത് ഇത്തരം കുറേ ഹാക്കുകളുണ്ട്. അതെല്ലാം നമ്മൾ ഈ വരുന്ന വെബിനാറിന് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അവിടെ നിന്ന് വന്ന് അറ്റൻഡ് ചെയ്യുക. ആ 1 അവർ വന്നിരിക്കുക, നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഓക്കെ, ആൻഡ് ലൈഫ് സയൻസ് 6 മാർക്കിന് വരുവാണ്. ഞാൻ പറഞ്ഞു കറണ്ട് അഫെയർ 5 മാർക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിരിക്കുന്നു. ബട്ട് നോ സിലബസ്. നോ സിലബസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം എന്താ, കറണ്ട് അഫെയറിന് അങ്ങനെ ഒരു സിലബസ് തരാൻ ആർക്കും പറ്റില്ല. കാരണം എന്താ, അതെല്ലാം ഓരോരോ എല്ലാ സബ്ജക്റ്റിലും കറണ്ട് അഫെയർ ഉണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കുക എന്നുള്ള പണി ചെയ്യുക. ചോദ്യം നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, MEM 30 മാർക്കാണ് പറഞ്ഞു. മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. ഇനിയാണ് എന്ത് വരുന്നത്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ പല പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 5 മാർക്കിന് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ നമ്മുടെ IPCയുടെ പുതിയ രൂപം. അപ്പോൾ ചില സെക്ഷൻസിലെ മാറ്റമുണ്ട്. IPC CRPC തമ്മിലുള്ള കമ്പാരിസൺ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് BNSൽ വന്ന പുതിയ മാറ്റങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, എന്നാൽ IPC പഠിക്കുന്ന പോലെ സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ സെക്ഷനിൽ നിന്നും ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. പോസ്റ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ ഉണ്ടാവില്ല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാവും അല്ലേ. പലപ്പോഴും ഇത്തരം പരീക്ഷകളുടെ പ്രത്യേകത, ആ കോമ്പറ്റീഷൻ ഏറ്റവും നന്നായിട്ട് മനസ്സിലെടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലോട്ട് കയറുക. അപ്പോൾ SI ഇത്തവണ അങ്ങനെ ഒരു എക്സാം ആയിരിക്കും. ഡിറ്റർമിനേഷൻ എന്താണെന്ന് നമുക്ക് അവിടെ കാണാം, ആരൊക്കെയാണ് ഇതിന് ഡിറ്റർമിൻ ചെയ്ത് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഇത്തവണത്തെ SI സിലബസിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ തന്നെയുള്ള, കാരണം BNS നിങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ദെൻ പാർട്ട് 2 ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നമ്മുടെ CRPCയുടെ പുതിയ രൂപമുണ്ട്. അതും 5 മാർക്കിന് തന്നെയാണ്. ആൻഡ് പുതിയൊരു കാര്യം പാർട്ട് 3യിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കഴിഞ്ഞ സിലബസുകളിൽ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് കണ്ടില്ലായിരുന്നു അല്ലേ. പക്ഷേ ഇത്തവണത്തെ സിലബസിൽ പാർട്ട് 3യിൽ ഭാരതീയ സാക്ഷ്യ അഭിനയം സിലബസിൽ വന്നിരിക്കുന്നു. മറക്കരുത്, 5 മാർക്കിനാണ്. അപ്പോൾ ഈ ഒരു 5 മാർക്ക് ഈ 38 മാർക്കിലോട്ട് PSC കയറ്റി. ഈ എവിഡൻസിൻ്റെ കാര്യങ്ങളൂടെ, സാക്ഷ്യ അഭിനയത്തിൻ്റെ കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്തിലായിരിക്കും കോംപ്രമൈസ് ചെയ്ത്, തീർച്ചയായും നിങ്ങൾക്കറിയാം സിലബസിന് മുമ്പ് IT ആക്ട് ഉണ്ടായിരുന്നു, ഇൻഫർമേഷൻ ആക്ട് ഉണ്ടായിരുന്നു അല്ലേ. അതെല്ലാം ഇത്തവണ സിലബസിലുണ്ട്. പക്ഷേ ആകെ വ്യത്യാസം എന്താ, മാർക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ. RTI ആക്ട് 3 മാർക്കിനാണ്, കഴിഞ്ഞ തവണയും 3 മാർക്കിനല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും കോംപ്രമൈസ് ചെയ്ത് എവിടെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും കോംപ്രമൈസ് ഇല്ല, 7 മാർക്ക് തന്നെ ഇത്തവണയും കിട്ടുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് IT ആക്ട് അവരെ കഴിഞ്ഞ SIയെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്ക് ഒന്ന് കുറച്ച് 3 മാർക്കിലോട്ട് എത്തിച്ചിരിക്കുന്നു. പാർട്ട് 5ലെ ഫസ്റ്റ് പാർട്ടായിട്ട്. ആൻഡ് പാർട്ട് 5ലെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ IT ആൻഡ് സൈബർ ക്രൈം അതുപോലെ കീപ്പ് ചെയ്തു. പക്ഷേ 7 മാർക്കാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് കുട്ടികളെ കുഴപ്പിച്ച ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി എന്നുള്ള ഭാഗം കൂടെ എത്ര ഉണ്ട്, 10 മാർക്കിനുണ്ട്. അപ്പോൾ ഇതാണ് SIയുടെ സിലബസ്. ഓക്കെ, 100 മാർക്കിന് വരുന്ന, എന്നാൽ കമ്പയർ ചെയ്യും മറ്റേതൊക്കെ ഒരു 200 മാർക്കിനൊക്കെ കൊടുക്കാവുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു,
ചുരുക്കി ഒരു 100 മാർക്കിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ എന്ന് കരുതി പഠിക്കേണ്ട ഇൻറ്റൻസിറ്റിയിൽ ഒരു കുറവ് നിങ്ങൾക്ക് വരുത്താൻ കഴിയില്ല. കഴിഞ്ഞ തവണ സൈക്കോളജിയിൽ നിന്നും IPC എന്നൊക്കെ വന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അന്ന് മെയിൻസ് എഴുതിയ പല ആൾക്കാരും തീരുമാനിച്ച ഒരു കാര്യമായിരിക്കും, ഇനി ഒരു essay ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല എൻ്റെ അപ്രോച്ച്, അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണമായിരുന്നു. അത് ഇത്തവണ essay വേക്കൻസി കുറവാണ്ട് നമ്മളെപ്പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അതൊരു പാഠമായിരുന്നു. വളരെ ഇൻറ്റൻസ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ അപ്രോച്ച് ചെയ്യണം എന്ന് തന്നെയാണ് PSC നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. തീർച്ചയായും നമ്മുടെ ഇത്തവണത്തെ അപ്രോച്ച് അങ്ങനെ തന്നെയാണ്. ഫുൾ ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ്, റെക്കോർഡഡ് ഏത് പ്ലാറ്റ്ഫോം ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലുള്ള ക്ലാസ്സസ് അവൈലബിൾ ആക്കിക്കൊണ്ട് കൂടുതൽ നമ്പർ ഓഫ് ടെസ്റ്റുകൾ നിങ്ങളോട്ട് എത്തിച്ചുകൊണ്ട് ടെസ്റ്റ് സീരീസും ഒക്കെ തന്നുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും KS മെൻറ്ററിൻ്റെ essay ബാച്ച് എന്നുള്ളത്. essay മാത്രമല്ല, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചുകളും റണ്ണിങ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനുള്ള സമയമാണ് ഈ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നും സമയമില്ല. ഈ ലൈവ് കണ്ട ശേഷം തന്നെ അത്തരം ഒരു തീരുമാനത്തിലോട്ട് നിങ്ങൾ എത്തുക. എന്നിട്ടും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് KS മെൻറ്ററിൻ്റെ അപ്രോച്ച് എന്നൊക്കെ ഡൗട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ 18-നും 19-നും നടക്കുന്ന essay ആൻഡ് സെക്രട്ടേറിയറ്റ് വെബിനാറിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു അപ്രോച്ച് എന്നുള്ളത് ഇത്തവണത്തെ എക്സാം ഇയറിൽ. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വെബിനാർ ദിവസം കാണാം ആൻഡ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.